ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഈസി ആയിട്ടുള്ള ഒരു 30 മിനിറ്റ്സ് പ്രോൺസ് ബിരിയാണി റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഓൾമോസ്റ്റ് 700 ഗ്രാംസ് ഓഫ് പ്രോൺസ് ആണ് എടുത്തിട്ടുള്ളത്, ക്ലീൻ ചെയ്തിട്ടുള്ള പ്രോൺസ്. അതിലേക്ക് നമുക്ക് മാരിനേഷന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, പിന്നെ ചില്ലി പൗഡർ ഒന്നെങ്കിൽ കാശ്മീരി എടുക്കാം, അല്ലെങ്കിൽ നോർമൽ ചില്ലി പൗഡർ ഓൾമോസ്റ്റ് ഒരു 1.5 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മളിത് മാരിനേറ്റ് ചെയ്യാനാണ് പോകുന്നത്. അതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വിനേഗറും കൂടി യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു 1 ബോട്ടിൽ ക്യാപ്പ് ഓഫ് വിനേഗറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വിനേഗർ വേണ്ടാന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസായിട്ട് വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 1/2 an hour മാരിനേറ്റ് ചെയ്തിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ പ്രോൺസിലേക്ക് ഇത് നന്നായിട്ട് പിടിച്ചിരിക്കും. ആ സമയത്ത് നമുക്ക് നമ്മുടെ റൈസിന് വേണ്ടിയിട്ടുള്ള ഗീ റൈസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് എടുക്കാം. ഞാനിവിടെ എടുക്കുന്ന നന്മയുടെ ജീരകശാല കൈമ റൈസാണ്. കുറേ നാളായിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. വളരെ നല്ല റൈസാണിത്, നല്ല ഫ്രേഗ്രൻറ്റും ആയിട്ടുള്ള റൈസാണ്. ഞാനൊരു 2 ഗ്ലാസ് ഓഫ് റൈസാണ് ഇവിടെ എടുക്കുന്നത്. അത് നമ്മൾ നല്ലോണം കഴുകി ഇതേപോലെ ഒരു 1/2 an hour സോക്ക് ചെയ്ത് വെക്കണം. പിന്നെ ഇത് ഈസി പ്രോൺസ് ബിരിയാണിയാണ്. ഞാൻ ആകെ ഒരു കണ്ടെയ്നറും മാത്രം എടുക്കുന്നുള്ളൂ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പ്ലസ് നമ്മുടെ കുക്കർ ഗീ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ എടുക്കുന്ന വെസൽ ചൂടാക്കാൻ വയ്ക്കുക. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാൽ മതി. നമ്മൾ ജസ്റ്റ് പ്രോൺസ് ഫ്രൈ ചെയ്യാനും ഈ സെയിം ഓയിലിൽ തന്നെയാണ് നമ്മൾ പിന്നെയും ഫുൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച പ്രോൺസ് ഇതിലേക്ക് ഇടുക. ഇനി ഈ പ്രോൺസ് ഫ്രൈ ആയിട്ട് വരണം. നിങ്ങൾ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഒത്തിരി ഓവർ ഫ്രൈ ചെയ്യരുത്, അപ്പോൾ അതൊരു റബ്ബറി ടെക്സ്ചറാവും. അപ്പോൾ നമ്മളത് ഫ്രൈ ചെയ്യാൻ ഒരു ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യാനിടുക. ആ ടൈമിലേക്ക് നമുക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാം മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള. അതിന് വേണ്ടിയിട്ട് ജിഞ്ചർ ഗാർലിക്, അതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലോണം പേസ്റ്റാക്കി എടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ പ്രോൺസ് ഫ്രൈ ആയിട്ടുണ്ടാവും. അത് നമ്മൾ വറുത്ത് കോരി മാറ്റിയെടുത്ത് വെക്കുക. ഇനി ഈ സെയിം ഓയിലിലേക്ക് തന്നെയാണ് നമ്മൾ ബാക്കി മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ പ്രോൺസ് മാരിനേറ്റ് ചെയ്ത മസാല അതിലേക്ക് ഇറങ്ങും, പ്രോൺസിൻ്റെ ഫ്ലേവറും ഇറങ്ങിയിട്ടുണ്ടാവും. ഞാനിവിടെ സവോള എടുക്കുന്നുണ്ട്. ഒരു 2 വലിയ സവോളയാണ് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. അതിൽ നിന്നൊരു 1.5 സവോള ഞാൻ മസാലയ്ക്ക് എടുക്കുന്നു, ബാക്കി സവോള ഞാൻ മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഈ 1.5 സവോള നമ്മൾ എണ്ണയിലേക്കിട്ട് നല്ലോണം സോട്ട് ചെയ്തെടുക്കാം. അത് കുറച്ച് ടൈം എടുക്കുമല്ലോ ഇത് സോട്ടായി വരാനായിട്ട്. ഒരു ലൈറ്റ് ബ്രൗൺ ഇങ്ങനെ ഒരു വാടിയ ടെക്സ്ചറാണ് വരേണ്ടത്. അതിലേക്ക് നമുക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടിട്ട് വഴണ്ട് വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയം കുറച്ചൊരു ഗ്യാപ്പ് കിട്ടും. ആ ടൈമിൽ നമുക്ക് നമ്മുടെ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പിന്നെ മസാലയും പാരലലി റെഡിയാവും, നെയ്ച്ചോറും പാരലലി റെഡിയാവും. അതിന് വേണ്ടിയിട്ട് നമ്മുടെ നെക്സ്റ്റ് അടുപ്പിലേക്ക് കുക്കർ റെഡിയാക്കി വയ്ക്കുക. കുക്കറിലേക്ക് നെയ്യ് ഒഴിക്കുക. നെയ്യ് മാത്രം ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കാം, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഒരു വലിയ ഹീപ്ഡ് ടേബിൾ സ്പൂൺ ഓഫ് നെയ്യാണ് എടുക്കുന്നത്. നെയ്യ് ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ ഹോൾ സ്പൈസസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പൈസസ് അത്രയും തന്നെ യൂസ് ചെയ്യാം. കാടമം, ജീരകം, പട്ട, ഗ്രാമ്പൂ എല്ലാം നമുക്ക് ഇടാം. പിന്നെ നേരത്തെ മാറ്റി വെച്ചിരുന്ന കുറച്ച് സവോള അതിലേക്ക് ഇടാം. നല്ലോണം മിക്സായി നല്ല സ്മെല്ല് വരാൻ തുടങ്ങണം സ്പൈസസിൻ്റെയും സവോളയുടെയും. ഇതിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റും, ഇങ്ങനെ ലോങ് സ്ലൈസ്ഡ് ക്യാരറ്റും വേണമെങ്കിൽ ഇതിലേക്ക് ഇടാം. നല്ലൊരു കളർഫുള്ളായിട്ട് ഇരിക്കും നമ്മുടെ നെയ്ച്ചോറ് റെഡി ആകുമ്പോഴത്തേക്കും. ഇനി അത് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരണം നമ്മുടെ സവോളയൊക്കെ. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മസാല റെഡിയാക്കാം. അപ്പോൾ മസാലയിലേക്ക് ശ്രദ്ധിക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, കുറച്ച് പെപ്പർ പൗഡർ ഇടുക, പിന്നെ വീട്ടിലുണ്ടാക്കിയ ഗരം മസാല പൗഡറാണിത്. ഇതെനിക്ക് എൻ്റെ മദറിനുള്ള നാട്ടിൽ നിന്ന് പൊടിച്ച് കൊടുത്തു വിടുന്നതാണ്. നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കിയതില്ല എന്നുണ്ടെങ്കിൽ സ്റ്റോർ ബ്രോട്ട് ആണെങ്കിലും ഗരം മസാല പൗഡർ അതിലേക്ക് ഇടാം. നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്ത് അത് മസാലയുടെ റോ സ്മെല്ല് മാറണം. അപ്പോൾ അത് കുറച്ച് നേരം നമ്മുടെ തീയിലിരിക്കണം. ആ ടൈമിലേക്ക് നമുക്ക് നമ്മുടെ കഴുകി മാറ്റി വെച്ചിരുന്ന ഗീ റൈസിൻ്റെ അരി നമ്മുടെ നെയ്യിലേക്ക് ഇടാം. അതൊന്ന് ഫ്രൈ ആയിട്ട് വരണം. ആ ടൈമിലേക്ക് നമുക്ക് നമ്മുടെ മസാലയിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം. സ്ലൈസ് ചെയ്ത് വെച്ചിരുന്നത് ഒരു 2 വലിയ ടൊമാറ്റോ ആണ് ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിടാം. ഇനി നമ്മുടെ നെയ്ച്ചോറിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കണം.
വെള്ളം 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം, അതായത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ വെള്ളം ഒഴിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കാം. ഞാൻ നോർമൽ വാട്ടർ തന്നെയാണ് യൂസ് ചെയ്യാറ്. ഇതിലേക്ക് ഉപ്പിടണം. ഉപ്പിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഉപ്പ് വെള്ളം ടേസ്റ്റ് ചെയ്യുമ്പോൾ ഹൈ സോൾട്ടി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യണം. എന്നാലേ അരിയിലേക്ക് പാകത്തിന് ഉപ്പ് കയറുള്ളൂ. നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ നമ്മുടെ കുക്കറിൻ്റെ വിസിൽ മാറ്റിയിട്ട് വിസിലില്ലാതെ കുക്കർ അടച്ച് വയ്ക്കണം. ഹൈ ഫ്ലെയിമിൽ അടച്ച് വയ്ക്കണം. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ നിന്ന് നല്ല സ്റ്റീം വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ, ആ ടൈമിൽ നമ്മുടെ മസാല ടൊമാറ്റോ ഒക്കെ നല്ലോണം മാഷ്ഡ് ആയി ഇരിക്കുകയാണ്. അപ്പോൾ നമുക്കതിലേക്ക് തൈര് ആഡ് ചെയ്യാം. തൈര് ഞാനൊരു 2-2.5 വലിയ ടേബിൾ സ്പൂൺ തൈരാണ് യൂസ് ചെയ്യാറ്. നല്ല കട്ട തൈര് യൂസ് ചെയ്യണം. ശ്രദ്ധിക്കുക, നമ്മുടെ കുക്കറിൽ വിസിലില്ലാതെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്റ്റീം വരുന്നുണ്ടോ എന്ന് നമ്മളവിടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. പിന്നെ അതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന പ്രോൺസ് ഇടുക, നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ലാസ്റ്റായിട്ട് നല്ല കുറച്ച് ഫ്ലേവർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൊറിയാൻഡർ ലീവ്സും മിൻറ്റ് ലീവ്സും നമ്മൾ അതിലേക്ക് കട്ട് ചെയ്തിടണം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമുക്ക് നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ടാവും നമുക്ക് നമ്മുടെ മസാലയിൽ. ഇനി ഈ ടൈമിൽ നമ്മുടെ സ്റ്റീം വരാൻ തുടങ്ങി. കുക്കറിൽ നിന്ന് ഹൈ ഫ്ലെയിമിലായിരുന്നു ഇരുന്നിരുന്നത്. സ്റ്റീം വരാൻ തുടങ്ങി അപ്പം തന്നെ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും ലോവസ്റ്റ് ഫ്ലെയിമിലേക്ക് വിസിലിട്ടിട്ട് 6 to 9 മിനിറ്റ്സ് നിങ്ങൾക്ക് ലോവസ്റ്റ് ഫ്ലെയിമിൽ വിസിലിട്ടിട്ട് കുക്കർ മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മുടെ നെയ്ച്ചോറിൻ്റെ കുക്കിംഗ് ടൈം. ഞാൻ കുറേ വർഷങ്ങളായിട്ട് ട്രൈ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് ഫോളോ ചെയ്യാം. ഇനി നമ്മൾ ആ ടൈമിൽ നമ്മുടെ സാലഡ് ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ നമ്മുടെ 6 മിനിറ്റ്സ് കഴിഞ്ഞു. കുക്കറിൽ ഒരു 10 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുക്കർ പതുക്കെ തുറന്ന് നമ്മളുടെ ആ റൈസ് നല്ല സ്മെല്ല് വരും. ഇപ്പോൾ റൂമിൽ അടിപൊളിയായിരിക്കും. നിങ്ങൾക്കിതിൽ മല്ലിയില പുതിനയില ഒക്കെ വേണമെങ്കിൽ ഇടാം. നിങ്ങൾക്ക് ആ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫ്രൈഡ് അണിയൻസും വേണമെങ്കിൽ ഇതിലേക്ക് ഇടാം. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ദം ചെയ്യലാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച റൈസ് നമ്മുടെ മസാലയിലേക്ക് ഫുള്ളായിട്ട്, ഞാനൊരു 1 ലെയർ ദമ്മേ ചെയ്യാറുള്ളൂ എപ്പോഴും. നമുക്കത് മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയിലല്ലേ വീട്ടിലുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ആ റൈസ് നല്ലോണം മിക്സ് ചെയ്യുക, ആ കട്ടകളൊക്കെ മാറാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ പ്രോൺസ് മസാലയിലേക്ക് ഈ റൈസ് കൊട്ടിയെടുക്കാം. ഇനി നമ്മൾ റൈസ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ മുകളിൽ നമുക്ക് മല്ലിയില പുതിനയില ഫ്രൈഡ് അണിയൻസ് കാഷ്യൂനട്ട് നമ്മുടെ കിസ്മിസ് എല്ലാം നെയ്യിൽ ഫ്രൈ ചെയ്തിട്ടിട്ടാൽ ഭയങ്കര നല്ല റിച്ച് ആയിട്ടുള്ള ബിരിയാണി നമുക്ക് കിട്ടും. ഇനി നമ്മുടെ ഏറ്റവും ലോവസ്റ്റ് ഫ്ലെയിമിലേക്ക് ഈ മസാലയും ദമ്മും ചെയ്യാനായിട്ടുള്ള റൈസും എല്ലാം കൂടെ നമ്മൾ വെക്കുക. ഇതിപ്പോൾ നമ്മുടെ സാധാരണ നോൺ സ്റ്റിക്ക് കണ്ടെയ്നർ ആയതുകൊണ്ട് അതിലൊരു ഹോൾ ഉണ്ടാവും. ഇങ്ങനെ നിങ്ങൾക്ക് അതിൽ മറ്റേ മൈദ ഒന്നും തേച്ച് ഒരു ഡേർട്ടി ആക്കണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഹോള് ടിഷ്യൂ പേപ്പർ വെച്ച് കവർ ചെയ്യുക. എന്നിട്ട് നമ്മളൊരു 15 മിനിറ്റ്സ് ദം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അനദർ 15 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കുക. അത് കഴിഞ്ഞ് തുറന്നാൽ നിങ്ങളുടെ ബിരിയാണി റെഡിയാണ്. ഇനി സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലൊരു ബോളിലേക്കാക്കി ഒരു ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈസി പ്രോൺസ് ബിരിയാണി റെസിപ്പി. ശരിക്കും നിങ്ങൾക്കൊരു 30 to 40 മിനിറ്റ്സേ പ്രെപ്പ് ടൈമും എല്ലാം കൂടെ ഈ റെസിപ്പിക്ക് എടുക്കുകയുള്ളൂ. അപ്പോൾ സൺഡേസ് നിങ്ങൾക്ക് ബിരിയാണി കഴിക്കണം എന്നുണ്ട്, വീട്ടിൽ തന്നെ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി ഫോളോ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.